ഓക്കെ, നമ്മളിപ്പോൾ നീന്തൽ പഠിക്കുന്നത് നമ്മുടെ സ്വയം രക്ഷയ്ക്കും മറ്റുള്ളവരെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് മാത്രം കേട്ടോ. കേരളത്തെ സംബന്ധിച്ച് നമുക്ക് എത്ര നദികളുണ്ടെന്നറിയാമോ? 44 നദികളും 34 കായലും പിന്നെ എങ്ങോട്ട് തിരിഞ്ഞാലും കുളങ്ങളും ഒക്കെ അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? കരയും അതുപോലെ തന്നെ ഉണ്ട്, ജലമുണ്ട്. നമുക്ക് ജന്മന കിട്ടിയ ഒരു കഴിവല്ല എന്ത്? നീന്താൻ. ബാക്കി എല്ലാ ജീവജാലങ്ങൾക്ക് ജന്മന കിട്ടിയൊരു കഴിവാണ് എന്ത്? നീന്താനുള്ളത്. നമുക്ക് എന്തുകൊണ്ടാണ് ജന്മന കിട്ടാനെന്ന് വെച്ചാൽ എന്തായിരിക്കും കാര്യം? നമ്മളെങ്ങനെ നിൽക്കുന്നത്? എങ്ങനെ എത്ര കാലമുണ്ട് നമുക്ക്? നമ്മൾ ഇരുകാലികളായോണ്ടാ കേട്ടോ. നമുക്ക് 2 കാലല്ലേ ഉള്ളൂ. നിങ്ങളൊരു പശുവിനെ എടുത്ത് വെള്ളത്തിൽ പശു നീന്തുമോ? പശുവൊക്കെ നീന്തും, പട്ടി നീന്തും, എല്ലാവരും നീന്തും കേട്ടോ. പക്ഷെ അവർക്ക് എന്തുണ്ട്? ബോധമുണ്ട്. മനസ്സിലായോ? അവർക്ക് എന്തുണ്ട്? ബോധം. നമ്മളെക്കാളും വിവേകമുണ്ട്. നമ്മൾ ജസ്റ്റ് നീന്തൽ പഠിച്ചിട്ടെടുത്ത് വെള്ളത്തിൽ ചാടും, നമ്മൾ എന്ത് ചെയ്യും? മരണപ്പെട്ടു പോകും. അപ്പോൾ ആ മുങ്ങി മരണങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? നീന്തൽ പഠിപ്പിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ നീന്തൽ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാലും നീന്തൽ പഠിച്ചവരാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്? അപകടത്തിൽ പെട്ടു പോകുന്നത് കേട്ടോ. ഏകദേശം നമ്മൾ ഒരുപാട് പേരെ എടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ പേർക്ക് എന്തറിയാവുന്നവരാ? നീന്തൽ അറിയാവുന്നവരാ. അപകടത്തിൽ പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അമിത ആത്മവിശ്വാസം. എന്താണ്? അമിത ആത്മവിശ്വാസം. ഒന്ന് ആലോചിക്കുക, നമ്മളിത് ഫിസിക്കലായിട്ട് നമ്മൾ പഠിച്ചെടുത്തൊരു കഴിവാണ്. അതിനെപ്പോഴും എന്ത് കാണും? അതിൻ്റെതായ പോരായ്മ കാണും. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മുടെ ശരീരം എപ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ നീന്തൽ പഠിച്ച് 10 ദിവസം നീന്തൽ പഠിച്ചു, 11ാമത്തെ ദിവസം ഏതെങ്കിലും വെള്ളച്ചാട്ടത്തിൽ കണ്ടിട്ട് എനിക്ക് നീന്താൻ പറ്റും, എനിക്ക് പൊങ്ങി കിടക്കുന്ന പറഞ്ഞ് എടുത്ത് ചാടിയൊന്നും ചെയ്യരുത് കേട്ടോ. അത്രയൊന്നും ആയില്ല. നമ്മളൊരു 10-20 ദിവസം കൊണ്ട് മാക്സിമം ജസ്റ്റ് നിങ്ങളൊരു ചെറിയ രീതിയിലൊക്കെ ആക്കി എടുക്കാനൊക്കെ പറ്റത്തുള്ളൂ. ക്ലിയർ ആയോ? 10-20 ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ? സ്വന്തം ഇഷ്ടത്തോടെ എനിക്ക് നീന്തൽ പഠിക്കണമെന്ന് ആഗ്രഹത്തോടെ വന്ന് എത്ര പേരുണ്ട്? ഇട്. ഓക്കെ. എല്ലാ ദിവസവും എപ്പോഴാണെങ്കിലും ചെയ്യുന്ന സമയത്ത് ഈ ബോഡി വാമം ബാക്കി ഇട്ടില്ല എന്തെങ്കിലും വെള്ളത്തിൽ ഇറങ്ങട്ടെ. ഇല്ല എങ്കിൽ നമ്മുടെ കൈയും കാലും ഒക്കെ എന്ത് ചെയ്യും? കുഴഞ്ഞു പോകും, നമ്മൾ താന്നു പോകും. നമുക്ക് വാമപ്പൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ചെയ്യണം കേട്ടോ. ചാടിക്കൂ. ഇപ്പം ഇങ്ങനെ ഒരു സുഖമുണ്ടോ? ഇനി കാലാകത്തേണ്ട ഇങ്ങനെ മതി. ഇനി ഫ്രണ്ട് ഒന്നുകൂടെ സൈഡൊക്കെ. ഓക്കെ, സ്റ്റോപ്പ്. ഇപ്പോൾ എങ്ങനെയുണ്ട്? ശരി. ബോഡി കാല് നേരെ വെക്കുക. നമ്മുടെ കൈ ഇങ്ങനെ വെച്ചേ. പൊങ്ങ്, നല്ലോണം മുങ്ങിക്കൂ. ഇനി ആ എയർ കളഞ്ഞ് താഴോട്ട് വിട്ടേ. നിങ്ങൾ കൈ ഇങ്ങോട്ട് പോരട്ടെ. ഒന്നുകൂടെ ഏരെടുത്ത് താഴോട്ട് വിട്ടേ. ഓക്കെ അല്ലേ? ഇതിങ്ങനെ പിടിച്ച കൈ. ഓക്കെ, കൈ കാലകത്തിക്കോ. സ്ട്രൈറ്റ് വാ. തിരിച്ചേ. ഓക്കെ, ബുദ്ധിമുട്ടല്ലോ? ആദ്യമായിട്ട് റെഡി ആകാം കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ, ഇതോട്ട് നോക്ക്. ഇങ്ങനെ വാ ചെയ്. ഇത് പിടിച്ചോ. നിങ്ങൾക്ക് താഴെ വരെ പോകാൻ പറ്റുമോ നോക്കാം. താഴെ തൊട്ടാണ്ട. താഴെ പോകാൻ പറ്റുമോ നോക്കണം. മുട്ട് വിളക്കല്ല്. താഴട്ടെ. ഒന്നുകൂടെ നോക്കേ. കൈ വെക്കേ. ഏറെടുത്ത് മേലോട്ട് എന്നിട്ട് താഴോട്ട് പോവാം. മാക്സിമം താഴെപ്പെട്ടെ. കൈ ഇങ്ങനെ പിടിച്ചേ. 1 2 3 4 5. കൈ കണ്ട മോനെ ഇങ്ങനെ പിടിച്ചിട്ട് കറക്കിയത് ചുമ്മാ. 1 2 3 കറക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം. എന്നെ നോക്കുക കേട്ടോ. തിരിച്ച് നമ്മൾ എന്തായാലും ഓപ്പോസിറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ. ഇനി നിങ്ങളുടെ കൈ ഉണ്ടോ? നിങ്ങളിങ്ങനെ പിടിച്ചിട്ട് ഈ കൈ ഒരു കൈ പിടിച്ചേ. ഇങ്ങനെ ആക്ക്. ഇത് കണ്ടോ? ഇത് നോക്ക് മോനെ. തിരിച്ചിടാം. ഓക്കെ. ഇനി ഇത് തന്നെ തിരിച്ചാക്കേ. കൈ നേരെ സ്ട്രൈറ്റ് ഇരിക്കും. ഒന്നുകൂടെ എന്നെ നോക്ക്. കൈ സ്ട്രൈറ്റ് പിടിച്ച് നിങ്ങൾ. ഓക്കെ. ഇത് മടക്കുക. ഇത് മടക്കിയോ? കൈ ഇങ്ങോട്ട് വലിച്ച് ഇതാക്കുക. സ്ട്രെച്ചുള്ള തിരിച്ചു വെക്ക്. കൈ തിരിച്ചു വെക്ക് മോനെ. അല്ല, കൈ താണ്ട് ഇങ്ങനെ പോവല്ലേ. നോക്ക് എൻ്റെ ബോഡിയോട്. നിങ്ങളുടെ ഈ ചെവി ഉണ്ടോ? ശ്രദ്ധിക്കുക. ഞാൻ ഇങ്ങനെ ആക്കുമ്പം താണ്ട് ഇങ്ങനെയല്ല ആക്കുന്നത്. ഈ കൈ പോകുമ്പോൾ എൻ്റെ ചെവിയുടെ അടുത്തോടെ പോകുന്നത്. 1 2 3 4 5. മോനെ ഇത് പിടി. തിരിച്ചു പിടി. കണ്ടില്ലേ? മോൻ്റെ കാലിപ്പോൾ എവിടെ പോയി? ബാക്കിലല്ലേ പോയത്? ഫ്രണ്ട് പിടിക്കുമോനെ. അങ്ങനെ വീണ്ടും പിടിച്ചേ. ഓക്കെ. ഇനി നിങ്ങളുടെ കാലാണ് ഇങ്ങനെ വെച്ചേ. ഏതാ കാല? ഓക്കെ. ഇനി ഇത് ആക്കിക്കോ. 1 2 3 4 5. ഓക്കെ. ഇനി നമ്മൾ നീന്തലുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നുണ്ടോ? നമ്മുടെ കൈ ഇങ്ങനെ വെച്ചത്. കാല് വെച്ചോ. ഈ 2 വിരലുണ്ടോ നിങ്ങളുടെ ബോഡിയുടെ ചേർത്തെ? ഇനി ഇങ്ങനെ വാ. ചെവിയുടെ എടുത്തോട്ടോ. ഫ്രണ്ട് പോട്ടെ. മടക്ക്. കൈ ഇത് മടക്കണം കേട്ടോ. ഇതാണ് നമ്മൾ നീന്തണ്ട. ഒന്നുകൂടെ പോയേ. ഓക്കെ. അടിക്കോ. ആക്കിക്കോ. കുനി പണിയെടുക്കുക. ആക്കിക്കോ.
കൈ മടങ്ങ ഈ മടങ്ങല്ല കേട്ടോ, മുട്ട് മടങ്ങല്ല്. ഓക്കെ, ഇനി മുട്ട് മടങ്ങുന്നിട്ട് ചെയ്യണ്ട, ഇങ്ങനെ ഇടക്കുക. ഇത് നോക്കണ്ട, ഈ കൈ ഉണ്ടോ, ഈ ഇത് മാത്രം ഉണ്ടോ ആക്കി. ഓക്കെ, ഒരു കൈ മാത്രം ആക്കും, ഒരു കൈ. ഓക്കെ, മതി. ഇനി ഒരു 5 പുഷപ്പ് അടിക്കാൻ പറ്റുമോ? 1 2 3 4. ഇനി നിങ്ങളുടെ ഉടുപ്പ് ഊരിക്കോ. കണ്ണാടി ഗൂഗിൾസ് എന്ന് പറയുന്നത് ഗൂഗിൾസ്. ഇതെന്തിനാ നീന്തൽ പഠിക്കുന്നത്? നമുക്ക് നമ്മുടെ കണ്ണിൽ വെള്ളം കയറി ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ വേണ്ടി കേട്ടോ. ക്ലിയറായോ? കൈ ഇങ്ങനെ വെക്ക്, കൈ ബോഡിയിൽ ചേർത്ത് വെക്കും. കൈ ബോഡിയിൽ ചേർത്ത് ഇങ്ങനെ മടക്കി വെക്കും. കൈ വെച്ചോ, ആ മുട്ട നെറ്റി കൈയുടെ നടക്ക് വെച്ചേ, നെറ്റി കൈയുടെ നടക്ക് വെച്ചേ എല്ലാവരും. കൈ വെച്ചോ, അവിടെ കട ആ കിക്ക്. വാവുണ്ട് എന്തെടുക്കുക എയറെടുത്ത്. അപ്പൊ നെഞ്ച് വീസിച്ചുണ്ടോ? ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. ഈ എയർ ഉണ്ടായോണ്ടാ നമ്മൾ എന്ത് ചെയ്യുന്നത്? പൊങ്ങിക്കിടക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ എയർ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പൊങ്ങിക്കിടക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് എന്താ വേണ്ടത്? പൊങ്ങി കിടക്കണ്ടേ? ക്ലിയർ ആകുന്നുണ്ട്? നമ്മുടെ ശരീരത്തിൽ എയർ ഇല്ല എങ്കിൽ മോൻ എന്ത് ചെയ്യും? അടിയിൽ പോവും. മോപ്പം ഫ്രീ ആയിട്ടൊന്ന് ശ്രദ്ധിച്ചേ, ഒന്നും ചെയ്യുന്നു. ഫ്രീ ആയിട്ട് മുങ്ങി. ആ ഓക്കെ, പേടിയൊന്നുമില്ലല്ലേ? ഇനി വായു എടുത്തിട്ട് വാവുണ്ട് എയറിനെ എടുക്കണം. എന്നിട്ട് അടിയിൽ പോയി മൂക്ക് വെച്ച് ആ എയറിനെ കളയണം. അപ്പോൾ ഒരു കുമ്പള വരും. നോക്കിയാൽ ചെയ്യാൻ പറ്റുമെന്ന്. പൊങ്ങിക്കോ, ഒന്നുകൂടെ മുങ്ങിക്കോണ്ട്. ഞാൻ ചെയ്യുന്നത് എൻ്റെ തല മേളിൽ കാണുന്നില്ലല്ലോ. നോക്ക്, പേടിയാണോ? അങ്ങനെ ഫുള്ള് മുങ്ങ പിടിച്ചോ? മുങ്ങിയോ, കളഞ്ഞോ? പൊങ്ങിക്കോ. ഒരു പ്രാവശ്യം ചെയ്ത്, അങ്ങനെ 5 പ്രാവശ്യം ചെയ്ത് കറക്റ്റാണ്. റെഡിയോ? പിന്നെ പിടിക്കണ്ട, പോട്ടെ, പേടിക്കണ്ട. മോനെ നല്ലോണം നമ്മൾ എന്തായാലും പണിക്കിറങ്ങി, പണി പിടിച്ചിട്ട് പോകാൻ പറ്റും. ഇറങ്ങി മുങ്ങിക്കോ. ആ ഏറുകളാ. ഓക്കെ, ഇനി ചെയ്ത് ഇപ്പൊ കറക്റ്റാ. ഇത് 5 ചെയ്യ്. അവിടെ പിടിക്കണ്ട, ഇനി വാ ചെയ്തോ. ഇറങ്ങി മോനെ, മുങ്ങിക്കാൻ പടി. നല്ലോണം മുങ്ങ്, അടിക്കണ്ടേ? ആ മതി, വാ. ഇരിക്കണ്ട മോനെ, ഇരിക്കണ്ട. എയർ വിട്ടിട്ട് പൊങ്ങി പോരാ. ഇരിക്കുന്നത് പിന്നെ കേട്ടോ. ഇപ്പൊ നിങ്ങൾ എയർ വിട്ടിട്ട് പൊങ്ങി പോരാ. പോട്ടെ, ഈ പറഞ്ഞത് അടിക്കണവിടെ കേട്ടോ. അടിച്ചോ. അതുപോലെ ഇനി മുട്ട് മടക്കിയോ? മുട്ട് മടക്കി തല വെള്ളത്തിൽ താഴ്ത്ത്. ഇനി കാല് മാറ്റി വലിച്ചോ. കാല് വലിച്ചോ. ആ ഓക്കെ, കാല് വലിച്ചോ. ബോഡി നേരെയാക്കണം. ബോഡി നോക്ക്, ഇത് നോക്ക്. ഇങ്ങനെ പിടിക്കുന്നു, കാല് മടക്കുന്നു. അങ്ങനെ കാണാൻ പറ്റുമോ? ഇല്ല. കാല് മടക്കുക. അതിനുശേഷം ഇവിടെ തല തല നേരത്തെ ആക്കിയത്. ഇതായാലും നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ വന്ന് ഫ്ലോട്ടായി മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ. പോട്ടെ, പൊങ്ങുന്നുണ്ട്. പോട്ടെ, മുങ്ങിക്കോ. പോയിരുന്ന് കൂടെ വന്നുണ്ടോ? അങ്ങനെ തോർത്തിക്കോ.